തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനും വോട്ട് രേഖപ്പെടുത്താനെത്തി. ഉദയനിധി കുടുംബത്തോടൊപ്പമാണ് അവിടെ വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. അപ്പോൾ തമിഴക രാഷ്ട്രീയത്തിലെ തലപ്പൊക്കമുള്ള സകല നേതാക്കളും രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അങ്ങോട്ടേക്ക് എത്തി. ഇക്കുറി ഒരിക്കൽ കൂടി സ്റ്റാലിൻ അധികാരത്തിലേക്ക് എത്തും എന്ന ഉറച്ച പ്രതീക്ഷ DMK-ക്കുണ്ട്. അത് TVK വിജയ് തമിഴക വിട്ടിക്കഴകം വിജയ് കുറേയധികം വോട്ട് പിടിക്കും എന്ന വിലയിരുത്തൽ DMK-ക്ക് ഇല്ലാതില്ല. പക്ഷേ അത്രയധികം വോട്ട് പിടിച്ചാലും അത് DMK ബാധിക്കാൻ പോകുന്നില്ല. അഥവാ വിജയ് വോട്ട് കട്ടറാവുകയാണെങ്കിൽ അത് ബാധിക്കുക ADMK-ആണ്. DMK-യുടെ കോർ വോട്ടുകൾ തങ്ങൾക്ക് തന്നെ വീഴും. ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് ഉറച്ച പ്രതീക്ഷ DMK-ക്കുണ്ട്. സ്റ്റാലിൻ വോട്ട് രേഖപ്പെടുത്താനെത്തുന്നു. അല്പസമയം മുമ്പ് വിജയ് വോട്ട് രേഖപ്പെടുത്തി. അതിനു മുമ്പ് രജനീകാന്ത് വോട്ട് രേഖപ്പെടുത്തി. അതിനു മുമ്പ് ആദ്യം അജിത്ത് ബൂത്തിൽ ആദ്യ വോട്ടറായി വോട്ട് രേഖപ്പെടുത്തി. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ വോട്ട് രേഖപ്പെടുത്താണ്. സമയം 9 മണിയാകുമ്പോഴേക്കും ഒരു 4% പോളിംഗ് ശതമാനം വരികയാണ്. തമിഴ്നാട്ടിലെ സംബന്ധിച്ച് അതൊരു വലിയ പോളിംഗ് ശതമാനമാണോ എന്ന് ചോദിച്ചാൽ അത് ആണെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും അത് ഒരു ഭേദപ്പെട്ട പോളിംഗ് ശതമാനമാണ് എന്ന് പറയുകയും ചെയ്യാം. സാധാരണഗതിയിൽ നമ്മുടെ ഇവിടുത്തെ പോലെ ഉച്ചവരെ ഒരു വലിയ പോളിംഗ് ശതമാനം ഉയർച്ച, ഉച്ചയ്ക്ക് ഒരു ഡിപ്പ്, അങ്ങനെയല്ല തമിഴ്നാട്ടിലെ പാറ്റേൺ. തമിഴ്നാട്ടിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അതേ പാറ്റേൺ തുടരുകയും അത്യാവശ്യം തിരക്കേടില്ലാത്ത പോളിംഗ് ശതമാനത്തിലേക്ക് അവിടെയും കേരളത്തിലേതുപോലെ സമാനമായി ഉയരുകയും ചെയ്യാറുണ്ട്. ഇക്കുറിയും അത് തന്നെയാണ് കാഴ്ച എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. MK സ്റ്റാലിൻ വോട്ട് രേഖപ്പെടുത്തുകയാണ്. സ്റ്റാലിൻ സംസാരിക്കുന്നു. நல்ல கருத்துன்னு சொல்லியிருக்காரு. நல்ல கருத்து தான். ஒரே இதில் சொல்றேன், தமிழ்நாடு வெல்லும். തമിഴ്നാട് വിജയിക്കും എന്ന ഒറ്റ വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇക്കുറി വിജയം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന കാര്യം സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളൊന്നും കാര്യമായി പിടിയില്ല എന്നുള്ളതാണ്. അത് വിജയ്ക്ക് തന്നെ പിടിയുണ്ടോ എന്നറിയില്ല. കാര്യം ഈ കാണുന്ന വലിയ ജനാരവം ജനക്കൂട്ടം അത് വോട്ടായി മാറുമോ എന്ന കാര്യം ആർക്കും അറിയില്ല. വോട്ടായി മാറുമോ എന്ന ആശങ്ക DMK-ക്കും NDA-ക്കും ഒക്കെ ഉണ്ട്. ADMK നയിക്കുന്ന NDA സഖ്യത്തിനും DMK സഖ്യത്തിനുമൊക്കെ ആ പ്രശ്നം ആശങ്ക അവിടെ ഉണ്ട്. എന്താണ് വിജയം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, വിജയം ഉണ്ടാക്കുന്ന പ്രതിഫലനം എന്ന കാര്യം അത് വോട്ടെണ്ണുമ്പോൾ മാത്രമേ എല്ലാവർക്കും പിടികിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ആശങ്ക ഉണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടെങ്കിൽ കൂടിയും ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന നല്ല കോൺഫിഡൻസ് സ്റ്റാലിനുണ്ട്. എന്തായാലും രാവിലെ തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. പോളിംഗ് ശതമാനം 3.1 തന്നെ. അല്പം മുമ്പ് 3.9 എന്ന് കണ്ടു സ്ക്രീനിൽ. അപ്പോൾ ഞാൻ കരുതി പെട്ടെന്നൊരു ഉയർച്ച 9 ധ്രുവ് വിക്രം, വിക്രത്തിന്റെ പുത്രൻ ധ്രുവ് വിക്രം, മലയാളികൾക്ക് സുപരിചിതനായ നടനാണ്. ധ്രുവ് വിക്രം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങാണ്. അവിടെ പ്രധാനപ്പെട്ട നടന്മാരും യുവ നടന്മാരൊക്കെ വോട്ട് രേഖപ്പെടുത്തും. നമ്മളിവിടെ ആസിഫ് അലിയൊക്കെ വോട്ട് രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ ആസിഫ് അലിയും ധ്രുവ് വിക്രമായിട്ട് കമ്പാരിസൺ ഇല്ല. ആസിഫ് അലിയൊക്കെ തുടക്കം മുതൽ തന്നെ ചെറുതല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വളരെ എവിടെയാണ് ഏത് തിരക്കിലാണെങ്കിലും ഒന്ന് വോട്ട് രേഖപ്പെടുത്തി പോകുന്ന നടനാണ് ആസിഫ് അലി. ധ്രുവ് വിക്രം ഇപ്പോൾ വോട്ട് രേഖപ്പെടുന്നു. ധ്രുവ് വിക്രം മലയാളികൾക്കും വളരെ സുപരിചിതനായ നടൻ കൂടിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഇവരൊന്നും നടത്തില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട നടന്മാരോ അല്ലെങ്കിൽ യുവ നടന്മാരോ ഒന്നും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വോട്ട് ചെയ്യണം എന്ന് പോലും പറയുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.